ഹലോ, ഈ കാലിക്കുപ്പി വെച്ചിട്ട് ഞാനൊരു സൂത്രം ചെയ്യാൻ പോട്ടാ. ഒരു ഐഡിയ. ഈ കുപ്പിയൊക്കെ ഒരു 1.5 വർഷമായിട്ട് ഞാനിവിടെ അച്ചാറുണ്ടാക്കുന്ന സുർക്ക ഉപയോഗിച്ചിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാട്ടാ. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കുപ്പികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിങ്ങനെ നടക്കാനൊക്കെ പോകുമ്പോൾ, കടയിൽ പോകുമ്പോൾ ഒക്കെ വഴിയിൽ നിന്ന് കണ്ടാലും കടയിൽ കണ്ടാലൊക്കെ എടുത്തുകൊണ്ടിരും കാലിക്കുപ്പി. അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാട്ടാ. ഞാനൊരു മുൻവിധിയോട് കൂടി എടുത്ത് വെച്ചത് തന്നെയാണ്. ഇത് കണ്ട എന്താ സംഭവം എന്നറിയോ? ഇത് കണ്ട ആകെ ഒരു തെങ്ങുള്ളതാട്ടത്. അപ്പോൾ ഈ തെങ്ങ് ഉണ്ടല്ലോ, ഒരു 10-25 കൊല്ലം കാത്തിരുന്നിട്ട് ഇപ്പോൾ അത് ഒരു 2 കൊല്ലമായിട്ട് ഇങ്ങനെ കായ്ച്ചു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കത് മുറിക്കാനൊരു പ്രയാസം. അപ്പോൾ ഞാനിവിടെ റൂം എടുത്തേണ്ട ഓടിട്ടിട്ട് ഇത് റൂം എടുത്ത് പുതിയത്. അപ്പോൾ ഓടിട്ടിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ തെങ്ങിൻ്റെ ചോട്ടിലാണ് ശരിക്കും തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെയാണത്. അപ്പോൾ അതുമൊന്നൊരു മടക്കനെ തേങ്ങ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ശരിക്കും അകത്തൊക്കെ വരിക. ഇപ്പം തന്നെ ഓട് മേഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോഴത്തേനും ഒരു കുറ്റിമടൽ വീണ്. ഞാൻ ഓലൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ ആ കുറ്റിമടൽ പഴുത്തിട്ട് അങ്ങനെ വീണ് 3 ഓട് പൊട്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോണത്, ഈ കാലിക്കുപ്പി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഈ കാലിക്കുപ്പി ഞാനിത് ഈ ചാക്കുകൾ നിറച്ചിട്ട് ഈ ഓടിൻ്റെ മേലെ ഇടാൻ പോവാട്ടാ. ഈ തെങ്ങിൻ്റെ ചോട്ടിൽ ഈ ഓടിൻ്റെ മേലെ ഇടാൻ പോവാണ്. അപ്പോൾ അതൊരു പരീക്ഷണമാണ്. ഇത് ശരിയാവുമോ എന്തോന്നും അറിയില്ല. എന്തായാലും ശരിയായില്ല എന്നുണ്ടെങ്കിൽ തെങ്ങ് മുറിക്കുന്നല്ല, അത് നേരെ നിവൃത്തിയില്ല. അപ്പോൾ ഇത് തെങ്ങ് വലിച്ച് കെട്ടാനും പറ്റില്ല. തെങ്ങ് വേണ്ടോ ഇങ്ങനെ ചെരിഞ്ഞാണ് പോയിക്കണത്. അത് കാരണം അത് വലിച്ചെട്ടാൻ പറ്റില്ല. മുറിച്ചോളാനാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തെങ്ങ് കാരണം ഒരാൾ. അത് മുറിച്ചോന്നാണ് പറഞ്ഞു. അപ്പോൾ എനിക്കത് മുറിക്കാനൊരു മനസ്സ് വരുന്നില്ല. കുറേ കാലം കാത്തിരുന്നിട്ട് ഒരു തെങ്ങുണ്ടായാലും ഒന്ന് തന്നെ ഉള്ളൂ. ഒന്നിങ്ങനെ കുറേ കാലം കാത്തിരുന്നിട്ട് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് കളയാൻ മനസ്സ് വരുന്നില്ല. അപ്പം ഇനിയിപ്പോൾ ഈ കാലിക്കുപ്പി വെച്ചിട്ടൊരു ഐഡിയ നോക്കി വെക്കാം. സക്സസ് ആവുകയാണെങ്കിൽ തെങ്ങോടെ ഒന്നോട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ തെങ്ങ് മുറിക്കുക തന്നെയല്ല, അത് വേറെ നിവൃത്തിയില്ല. അപ്പോൾ അത് ആ സൂത്രപ്പണി ചെയ്യാൻ പോകട്ടോ. ഇതാണ് കേട്ടോ കുപ്പി നിറച്ചത്. കുപ്പിയൊക്കെ ഇങ്ങനെ ചാക്കിൽ നിറച്ചത്. മൂടിട്ടിട്ട് അടപ്പിട്ടിട്ട് വേണം കേട്ടോ നിറക്കാൻ. എന്താണെന്നറിയാം, ഇതിൽ മഴ പെയ്താൽ വെള്ളം കിടക്കും. അപ്പോൾ കൊതു വരും ചെയ്യും, ഭാരം വരും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടപ്പൊക്കെ നല്ല ഉറപ്പായിട്ട് തന്നെ ഇടണം. പിന്നെ ഞാൻ ഇട്ടതാണത്. ഒരു സാരി വെച്ചിട്ട് ബെഡ് കവർ അടിക്കും പോലെ അടിച്ചിട്ട് അതിൽ നിറച്ച് അത് ഞാൻ അവിടെ ഇട്ടുണ്ട് കേട്ടോ. സംഭവം ഇതാണ് തെങ്ങ്. അപ്പോൾ ഈ ഓലയൊക്കെ ഞാൻ മുന്നേ തന്നെ ഇറക്കി. ഓല ഒരുമിച്ച് ഇങ്ങനെ വീഴുമ്പോൾ എന്തായാലും 19 ഓട് ഒരു വീഴ്ചക്ക് തന്നെ അങ്ങോട്ട് പൊട്ടിപ്പോവും. അപ്പോൾ ഓലയൊക്കെ മുന്നേ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ കുറ്റിയാണ് കേട്ടോ വീണ് ഒരു 3 ഓട് പൊട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സൂത്രപ്പണി ചെയ്യുകയാണ്. തെങ്ങ് ഇതാണ് 10-25 വർഷം കാത്തിരുന്നിട്ട് ഇപ്പോൾ കായ്ച്ചതുള്ളൂ. അപ്പോൾ മുറിക്കാനൊരു വിഷമം. അപ്പം ഇനിയിപ്പോൾ ഈ സൂത്രമൊന്നും ഫലിച്ചില്ല എന്നുണ്ടെങ്കിൽ മുറിക്കണം, അത് വേറെ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഇതാ കുറ്റി മടൽ, ആ പച്ച ഓല വെട്ടിയതിൻ്റെ മടൽ ഉണങ്ങി നിൽക്കുന്നുണ്ട് പഴുത്തിട്ട്. അതിനിപ്പോൾ ഒരു കാറ്റ് വീശിയാൽ വീഴും. അപ്പം നോക്കട്ടെ, ഇനി വീഴുമ്പോൾ ഓട് പൊട്ടുമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കുപ്പികളാണ്, കാലിക്കുപ്പികളാണ് അതിൽ നിറച്ചിക്കണ് ഞാൻ. അപ്പോൾ അത് കാലിക്കുപ്പി നിറക്കുമ്പോൾ അതിൻ്റെ മൂടി അടപ്പുണ്ടല്ലോ, അടപ്പ് നല്ല ഉറപ്പായിട്ട് ഇടണം. അടപ്പില്ലാതെ നിറക്കരുത്. അപ്പോൾ അതിൽ വെള്ളം കിടക്കും, കൊതു വരും ചെയ്യും, പിന്നെ ഓടിൻ്റെ മേലെ ഭാരം വരും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടാൽ പോരാ. അതിൻ്റെ മേലെ പിന്നെ ടാർപ്പായ വിരിക്കണം. പിന്നെ പച്ച നെറ്റ് ഉണ്ടല്ലോ, ഇതുപോലത്തെ നെറ്റ്, അതും കൂടി വിരിക്കണം ഇതിൻ്റെ മേലെ. ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുക്ക് തടസ്സമാവുമെന്നറിയില്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സം ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ടാർപ്പായ വിരിച്ചിട്ട് ടാർപ്പായയുടെ മേലെ നെറ്റ് വിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ടാർപ്പായ വിരിക്കാതെ നെറ്റ് മാത്രം വിരിക്കണം. നെറ്റ് എന്തായാലും വിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയകളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പുതിയതെടുത്ത
ഇതിൻ്റെ പഴയ ബാത്റൂമാണ്. അപ്പോൾ എനിക്കിപ്പോൾ അകത്തേക്കില്ല, അത് പുറത്തെ കണ്ട ഇങ്ങോട്ടാണ്. അപ്പോൾ റൂം എടുത്തത്. അപ്പോൾ ബാത്റൂം അപ്പുറത്ത് എടുത്തുണ്ട്. ഇനിയിപ്പോൾ പണിയൊന്നും ഇനി ബാക്കിയുള്ള ചെയ്യാനൊന്നും ഫണ്ടില്ല കേട്ടോ. അപ്പം ഇനി ഫണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട്, എന്തായാലും വെള്ളം പുറത്തോട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേശ്ശേലും നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയിലാണ്.